2023-24 ഫുട്ബോൾ സീസൺ ഇതാ അവസാനിച്ചിരിക്കുന്നു. ക്ലബ് ഫുട്ബോൾ മത്സരങ്ങളും അതുപോലെ തന്നെ ഇന്റർനാഷണൽ മത്സരങ്ങളും അവസാനിച്ചിരിക്കുന്നു. അതെ, ഇതിനെ തുടർന്ന് ഫിഫ ഇതാ ബാലൻഡിയോറിന്റെ പുതിയൊരു പവർ റാങ്കിങ്ങിന്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ മികച്ചു നിൽക്കുന്ന 10 താരങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ ലിസ്റ്റിൽ 10ാം സ്ഥാനത്തുള്ളത് നിക്കോ വില്യംസ് എന്ന് പറയുന്ന സ്പെയിനിൻ്റെ താരമാണ്. 9ാം സ്ഥാനത്തുള്ളത് ഫോഡനാണ്. 8ാം സ്ഥാനത്തുള്ളത് ഹാരി കെയ്ൻ. 7ാം സ്ഥാനത്തുള്ളത് കിലിയൻ എംബാപ്പയാണ്. അദ്ദേഹത്തിന് തൻ്റെ ക്ലബ് ഫുട്ബോളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചെങ്കിലും തൻ്റെ ദേശീയ ടീമിന് വേണ്ടി മികച്ച രീതിയിലുള്ള പ്രകടനമൊന്നും ഈ സീസണിൽ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. 6ാം സ്ഥാനത്തുള്ളത് ടോണി ക്രൂസ് ആണ്. അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ അവസാന ഘട്ടത്തിലും മികച്ച പ്രകടനം തന്നെയാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. റിയൽ മാഡ്രിഡിന് വേണ്ടിയും അതുപോലെ തന്നെ തങ്ങളുടെ ദേശീയ ടീമായ ജർമ്മനിക്ക് വേണ്ടിയും മികച്ച പ്രകടനമാണ് ടോണി ക്രൂസ് ഇതുവരെ കാഴ്ചവെച്ചിട്ടുള്ളത്. ഈ ലിസ്റ്റിൽ 5ാം സ്ഥാനത്തുള്ളത് ലൗതാരോ മാർട്ടിനസ് ആണ്. അർജന്റീനയ്ക്ക് വേണ്ടി മികച്ച പ്രകടനമാണ് ഈ കഴിഞ്ഞ കോപ്പയിൽ അദ്ദേഹം കാഴ്ചവെച്ചത്. ഗോൾഡൻ ബൂട്ട് വിന്നറും കൂടി അദ്ദേഹമായിരുന്നു. ഇന്റർ മിലാന് വേണ്ടിയിട്ടും മികച്ച പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ 4ാം സ്ഥാനത്ത് നിലകൊള്ളുന്നത് ഡാനിയാണ്. അത് സ്പെയിനിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ റിയൽ മാഡ്രിഡിന് വേണ്ടിയിട്ടും മികച്ച പ്രകടനമാണ് അദ്ദേഹം ഈ സീസണിൽ കാഴ്ചവെച്ചത്. 3ാം സ്ഥാനത്തുള്ളത് ജൂഡ് ബെല്ലിംഗാം ആണ്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ റിയൽ മാഡ്രിഡിന് വേണ്ടി ധാരാളം ട്രോഫികളും മികച്ച പ്രകടനവും കാഴ്ചവെച്ചു. ഇംഗ്ലണ്ടിന് വേണ്ടി ഫൈനൽ വരെ പൊരുതിയെങ്കിലും കപ്പ് നേടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഈ ലിസ്റ്റിൽ 2ാം സ്ഥാനത്തുള്ളത് വിനീഷ്യസ് ജൂനിയർ ആണ്. ഒരു സമയത്ത് ബാലൻഡിയോറിൻ്റെ ലിസ്റ്റിൽ 1ാം സ്ഥാനത്തായിരുന്നു അദ്ദേഹം. അതായത് ക്ലബ് ഫുട്ബോൾ അവസാനിച്ച സമയത്താണ് അദ്ദേഹം 1ാം സ്ഥാനത്ത് നിലകൊണ്ടിരുന്നത്. പക്ഷേ ബ്രസീലിൻ്റെ വമ്പൻ തകർച്ചയാണ് അദ്ദേഹത്തിന് തിരിച്ചടിയായി മാറിയതെന്ന് ഈ കോപ്പ അമേരിക്ക കണ്ട ഓരോ ഫുട്ബോൾ ആരാധകനും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. 1ാം സ്ഥാനത്ത് ഇപ്പോൾ നിലകൊള്ളുന്നത് സ്പെയിനിൻ്റെ സൂപ്പർ താരമായ റോഡ്രിയാണ്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഈ 2023-24 സീസണിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത് അദ്ദേഹം തന്നെയാണ്. തൻ്റെ ദേശീയ ടീമിനും അതുപോലെ തന്നെ ക്ലബ്ബായ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടിയിട്ടും മികച്ച പ്രകടനമാണ് അദ്ദേഹം ഈ സീസണിൽ കാഴ്ചവെച്ചത്. ഈ രീതിയിൽ പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സീസണിലെ ബാലൻഡിയോർ റോഡ്രി കൊണ്ടുപോകാനാണ് ചാൻസ്. നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. ഇതുപോലുള്ള ഫുട്ബോൾ അപ്ഡേറ്റ്സിനായി തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സൈനിങ് ഓഫ് ഫുട്ബോൾ ന്യൂസ് ബൈ റിഷാൽ.